ഉത്തരാണ് റൈറ്റ് ആൻസർ. കർഷക ദിനം ശരിയായ ആൻസർ ആണ് കേട്ടോ. ഇതാണ് നമ്മുടെ സമ്മാനം. ബ്രോ ഒന്ന് തുറന്നു നോക്കിയേ. വെൽക്കം ബാക്ക് ടു അമേസിംഗ് വൈസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും വേണ്ടി ഒരു അടിപൊളി ഓണാശംസകൾ നേരുവാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഓണവുമായി ബന്ധപ്പെട്ടതാണ്. ഓണവുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ജനങ്ങളിലേക്ക് ഇറങ്ങി ജനങ്ങളോട് ചോദിക്കാൻ വേണ്ടി പോവുകയാണ്. അതിന് കൃത്യമായ ഉത്തരം പറയുന്നവർക്ക് നമ്മൾ നല്ല അടിപൊളി കുറെ സമ്മാനങ്ങളാണ് അവർക്ക് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഈ സമ്മാനങ്ങൾ കൊടുക്കാൻ ഭാഗത്ത് ഞങ്ങളെ കൊണ്ടെത്തിച്ചത് നിങ്ങളാണ്, നിങ്ങൾ മാത്രമാണ്. നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇന്ന് ഈ നിലയിലെത്തിയത്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പേരെന്താ? ഫാത്തിമി. അവിടെയാ? മിനി. റാണി. സീനത്ത്. നിങ്ങൾ നാലുപേരും എന്ത് ചെയ്യുന്നു? ഹരിതകർമ്മ സേനയിൽ വർക്ക് ചെയ്യാ നാലുപേരും അല്ലേ? 20 സോണല്ലേ? ഓണക്കോടിയൊക്കെ എടുത്തോ എല്ലാവരും? എല്ലാവരും എടുത്ത്. അപ്പൊ ഓണം പ്രമാണിച്ച് ഞാൻ നിങ്ങളോട് 2 ക്വസ്റ്റ്യൻ ചോദിക്കും. ഈ 2 ക്വസ്റ്റ്യനും ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് 200 രൂപ ഗൂഗിൾ പേ തരും. ഒരു ക്വസ്റ്റ്യൻ ഉത്തരം പറഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ തെറ്റിച്ചാൽ 100 രൂപ ഗൂഗിൾ പേ തരും. ഓക്കെ ആണേ? അപ്പൊ ഞാൻ ചോദ്യം ചോദിക്കട്ടെ. 4-ാം ഓണം ഏത് മഹാന്റെ ജന്മദിനമാണ്? ശ്രീനാരായണ ഗുരു. അവിടെ എന്റെ 100 പോയി. ഉത്തരം വളരെ കറക്റ്റ് ആണ്. ഇനിയിപ്പോ അടുത്ത ചോദ്യം ഞാൻ ചോദിക്കാൻ വേണ്ടി പോവുകയാണ്. മഹാബലിയുടെ യഥാർത്ഥ പേരെന്ത്? ഇന്ദ്രസേന. അവിടെ എന്റെ 200 രൂപ പോയിരിക്കുകയാണ് ഗൈസ്. അപ്പൊ 200 ഞാനിപ്പോ ഗൂഗിൾ പേ തരാം. നമ്മൾ ഗൂഗിൾ പേ കൊടുക്കാൻ വേണ്ടി പോവാണ്. 200 രൂപ. എല്ലാവരും ക്യാമറ നോക്കി ഹാപ്പി ഓണം പറഞ്ഞേ. ഹാപ്പി ഓണം. നമ്മുടെ ചാനലിന്റെ വകയായിട്ട് നമ്മൾ ഓണവുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അതിന് കൃത്യമായിട്ടുള്ള ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ 100 രൂപ നിങ്ങൾക്ക് ഗൂഗിൾ പേ തരും. ആര് പറഞ്ഞാലും മതി. ഒരാൾ തെറ്റിച്ചോ അല്ലെങ്കിൽ ഒരാൾ ശരിയാക്കുന്നില്ല, ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ മതി. 100 രൂപ ഗൂഗിൾ പേ തരും. ചോദിക്കട്ടെ, ഓണം ദേശീയ ഉത്സവമാക്കിയ വർഷം? ഏതെങ്കിലും ഒരു വർഷം പറഞ്ഞോ? ക്ലൂ, ഒരു ക്ലൂ കൊടുക്കാം അല്ലേ? പിള്ളേരല്ലേ, നമ്മളെ പിള്ളേരെ ക്ലൂ കൊടുക്കാം. ഓപ്ഷൻ തരാം. 1961, 1962, 1963, 1964. 63. ഇവിടെ 3. ഒന്നും കൂടെ ആലോചിച്ചോ. 62. 4 പേര് പറഞ്ഞ ഉത്തരവ് തെറ്റായിട്ടുള്ള ഉത്തരവാണ്. 1961 ശരിയായിട്ടുള്ള ഉത്തരം. ഒരു ചാൻസേ ഉള്ളു കേട്ടോ, ഒരു ചാൻസേ ഉള്ളു. അപ്പൊ എല്ലാവരും സന്തോഷത്തോടു കൂടി ക്യാമറ നോക്കി ഹാപ്പി ഓണം പറഞ്ഞേ. ഹാപ്പി ഓണം. ഓണത്തിന് ഓണക്കോടിയൊക്കെ എടുത്തോ? എടുക്കണം. ഞാൻ ഓണത്തിനെ കുറിച്ചൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. അതിന് കൃത്യമായിട്ടുള്ള ആൻസർ തന്നു കഴിഞ്ഞാൽ ബ്രോയ്ക്ക് ഞങ്ങളുടെ ചാനലിന്റെ വക ഒരു സമ്മാനം തരും. ഓണപ്പൂവ് എന്ന വിശേഷണമുള്ള പൂവ്. ഓണപ്പൂവ് എന്ന വിശേഷണമുള്ള പൂവ്. നല്ലോണം ആലോചിച്ച് ഉത്തരം പറഞ്ഞോ. കാശിത്തുമ്പ റൈറ്റ് ആൻസർ. കൃത്യമായിട്ടുള്ള ഉത്തരമാണ് ബ്രോ പറഞ്ഞത്. ബ്രോയ്ക്ക് നല്ല അടിപൊളി ഒരു സമ്മാനമുണ്ട്. ബ്രോ, ഇതാണ് നമ്മുടെ സമ്മാനം. ബ്രോ ഒന്ന് തുറന്നു നോക്കിയേ. ഒരു പാന്റ് ആണ് കേട്ടോ, പാന്റ്. ബ്രോയുടെ സൈസ് എത്ര? തുറന്നു നോക്കിയോ. തിരിച്ചു നമ്മളെ കറക്റ്റ് കേട്ടോ, കറക്റ്റ് അവന് ചേരുന്ന ഒരു പാന്റാണ് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തത്. സന്തോഷമായില്ലേ? ഓണമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അതിന് കൃത്യമായിട്ടുള്ള ഉത്തരം പറയാൻ ഞാൻ നിങ്ങൾക്ക് 100 രൂപ ഗൂഗിൾ പേ തരും. നിങ്ങൾക്ക് 4 പേർക്ക് ഉത്തരം പറയാം. 4 പേര് ആരെങ്കിലും ശരിയാക്കിയാൽ മതി. വളരെ ആലോചിച്ച് ഉത്തരം പറയണം. ചിങ്ങം 1 ഏത് ദിനമായി ആഘോഷിക്കുന്നു? ചിങ്ങം 1 ഏത് ദിനമായി ആഘോഷിക്കുന്നു? ഒന്ന് ആലോചിച്ചോ. ആലോചിച്ച് പറഞ്ഞോ. ഏത് ദിനമായി ആലോചിക്കുന്നു? പറഞ്ഞോ. കർഷക ദിനം. അവിടെയോ? കർഷക ദിനം. ഞാൻ ആദ്യമേ പറഞ്ഞു ഇതിനകത്ത് ആരെങ്കിലും ഒരാൾ ശരിയാക്കിയാൽ നമ്മൾ 100 രൂപ ഗൂഗിൾ പേ ചെയ്യുന്നു. കർഷക ദിനം ശരിയായ ആൻസർ ആണ് കേട്ടോ. നമ്മൾ 100 രൂപ ഗൂഗിൾ പേ കൊടുത്തിട്ടുണ്ട്. കിട്ടിയോ? കിട്ടി. അപ്പൊ എല്ലാവരും ക്യാമറ നോക്കി ഹാപ്പി ഓണം പറഞ്ഞേ. ഹാപ്പി ഓണം. ഓണം പ്രമാണിച്ച് 2 ക്വസ്റ്റ്യൻ ചോദിക്കും. എളുപ്പമുള്ള ചോദിക്കാം. അതിൽ കൃത്യമായിട്ട് ഉത്തരം പറയാൻ ഞാൻ നിങ്ങൾക്ക് 200 രൂപ ഗൂഗിൾ പേ തരും. അപ്പൊ ചോദിക്കട്ടെ,
മഹാബലി അറിയാലോ? മഹാബലി എന്ന വാക്കിന് അർത്ഥം എന്താണ്? മഹാബലി എന്ന വാക്കിന് അർത്ഥം എന്താണ്? ശക്തിയുള്ള മഹാബലവാൻ. അല്ല 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 അല്ല, ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചോ. രാജാവാണോ? അതുമല്ല. എന്നുവെച്ചാലേ വാമനൻ 3 അടി മണ്ണ് ചോദിച്ചപ്പോഴത്തേക്ക് ചവിട്ടി താഴ്ത്തിയില്ല. ആ ത്യാഗം അനുഭവിച്ചത് അതായതുകൊണ്ടാണോ ത്യാഗി ആയത്? അതാണോ വലിയ ത്യാഗം ചെയ്യുന്നവൻ, അതാണ് മഹാബലി എന്ന വാക്കിന് അർത്ഥം. കറക്റ്റ് ആണ്. ആദ്യത്തെ ഉത്തരം ശരിയാക്കിയിരിക്കുകയാണ് ഗൈസ്. ഇത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാം. സംഘകൃതികളിൽ ഓണം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സംഘകൃതികളിൽ ഓണം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇന്ദ്രവില്ല ആണോ? ഇന്ദ്രവിഴ. രണ്ടാമത്തെ ചോദ്യം ശരിയാക്കിയിരിക്കുകയാണ്. അപ്പൊ 200 രൂപ നിങ്ങൾക്ക് സമ്മാനമായിട്ട് ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാനത് ഗൂഗിൾ പേ കൊടുക്കാൻ വേണ്ടി പോവാണ്. ഇപ്പൊ അത് ഗൂഗിൾ പേ സെൻഡ് ആവും. ഗൂഗിൾ പേ സെൻഡ് ആയിട്ടുണ്ട് കേസ്. അപ്പൊ ഓണത്തെ കുറിച്ച് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി പോവാണ്. അതിന് കൃത്യമായിട്ടുള്ള ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് 100 രൂപ ഗൂഗിൾ പേ തരും. അത് ചോദിക്കട്ടെ? ഓണം കേരളത്തിന്റെ ദേശീയ ഉത്സവമാക്കിയ വർഷം? ഒന്ന് ആലോചിച്ച് നോക്കിയോ. ഞാൻ വേണമെങ്കിൽ 4 ഓപ്ഷൻ തരാം. 1961, 1962, 1963, 1964. ഇല്ല, 4 ഓപ്ഷൻ തന്നേടി. ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഉത്തരം. ഒന്നുകൂടെ ആലോചിച്ച് നോക്കി പറഞ്ഞോ. 1961, 1962, 1963, 1964. 1963. 1963 തെറ്റാണ്. തെറ്റാനുള്ള ഉത്തരമാണ് ബ്രോ. കറക്റ്റ് ഉത്തരം 1961. ഒരു ഹാപ്പി ഓണം പറഞ്ഞേ. ഹാപ്പി ഓണം. ഓണവുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി പോവുകയാണ്. അതിന് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞാൽ 100 രൂപ ഞങ്ങൾ ഗൂഗിൾ പേ തരും. അതിപ്പം ചേച്ചി ഇപ്പം തെറ്റിച്ചാലോ ഇവിടെ ശരിയാക്കിയാലോ ആരെയാലും പറഞ്ഞാൽ മതി, 100 രൂപ ഗൂഗിൾ പേ തരും. അപ്പൊ ചോദിക്കട്ടെ, ചോദ്യം ചോദിക്കട്ടെ. ഏത് നാളാണ് പൂക്കളം പരമാവധി വലിപ്പത്തിൽ ഇടേണ്ടത്? ഏത് നാളിലാണ് പൂക്കളം പരമാവധി വലിപ്പത്തിൽ ഇടേണ്ടത്? തിരുവോണം അല്ല. ഒന്നുകൂടെ ആലോചിച്ചോ. അത്തമല്ല. ഒന്നുകൂടെ ആലോചിച്ചോ. ഒന്നും കൂടെ കിട്ടും. ഇത് രണ്ടും അല്ലെന്ന് മനസ്സിലായല്ലോ. ഉത്രാടം റൈറ്റ് ആൻസർ. ഉത്തരം ശരിയായിരിക്കുകയാണ്. അപ്പൊ 100 രൂപ നമ്മളിപ്പോ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കും. നമ്മൾ 100 രൂപ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഹാപ്പി ഓണം. ഉത്തരം പറഞ്ഞവർക്കെല്ലാം നമ്മൾ ഓണസമ്മാനം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതുപുത്തൻ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എന്റെയും എന്റെ ചാനലിന്റെയും പേരിൽ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുകയാണ്. ഹാപ്പി ഓണം.